നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. രംഗബോധമില്ലാത്ത കോമാളി എന്നാണ് മരണത്തെ പലരും പറയാറ്. മരണദേവനൊരു വരം കൊടുത്താൽ, മരിച്ചവർ ഒരു ദിനം തിരിച്ചു വന്നാൽ, കരഞ്ഞവർ പൊട്ടിച്ചിരിക്കും, ചിരിച്ചവരോ കണ്ണീർ പൊഴിക്കും എന്ന് മനോഹരമായ മലയാളത്തിലൊരു പാട്ടുണ്ട്. ഒരു എന്താ പറയുക, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 3 കലാകാരന്മാർ വിട പറഞ്ഞതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിജയകാന്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരുപാട് കാലമായി രോഗഗ്രസ്തനായ, എന്താ പറയുക, മനുഷ്യപ്പറ്റുള്ള ഒരു കലാകാരൻ. അദ്ദേഹം എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് ചികിത്സയിലും, പിന്നെ നമ്മുടെ യൂട്യൂബർമാരാണെങ്കിൽ പല പ്രാവശ്യം അദ്ദേഹത്തിന് കൊന്നു. സിനിമാക്കാരെ കൊല്ലാൻ യൂട്യൂബർമാർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയാലും അങ്ങനെ ചെയ്യരുത്, അത് ക്രൂരമാണ്. അടുത്തയാളെന്ന് പറയുന്നത് നാടക രംഗത്ത് സ്വന്തമായ ഒരു പന്താവ് വെട്ടിയൊരുക്കുക, തൻ്റേതായ വഴികളിലൂടെ രസകരമായ ഒരുപാട് നാടകങ്ങൾ ചെയ്ത, മോഹൻലാലിനെയും മുകേഷിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ രണ്ടുപേരെയും അഭിനേതാക്കളാക്കിക്കൊണ്ട് ഛായാമുഖി എന്ന് പറഞ്ഞ നാടകം ചെയ്ത പ്രശാന്ത് നാരായണൻ. നനച്ചിരിക്കാത്ത ഒരു വിയോഗമായിപ്പോയി പ്രശാന്ത് നാരായണൻ്റെ. ഇവരുടെ രണ്ടുപേരുടെയും മരണത്തിനിടയിൽ ഒരു ഫൈറ്റ് മാസ്റ്റർ മരിച്ചത് ആരും അറിഞ്ഞില്ല. സകലകലാ വല്ലഭനായ ഫൈറ്റ് മാസ്റ്റർ. കാരണം നടനാണ്, ഗായകനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, ഫൈറ്റ് മാസ്റ്ററുമാണ് ജോളി ബാസ്റ്റിൻ. ഞാൻ മാതൃഭൂമി പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ഇപ്പോൾ കേരളത്തിലെ ഒരു സൂപ്പർ താരം എന്ന് പറയുന്നത് 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക വന്നപ്പോൾ ചട്ടി എടുത്തുകൊണ്ട് റോഡിൽ പിഷ തണ്ടുന്ന ഒരു നാടകം കളിച്ചൊരു അമ്മച്ചിയാണല്ലോ. ആ അമ്മച്ചി കുമ്മനം രാജശേഖരനുമായിട്ടൊക്കെ ഇരിക്കുന്ന, ഒരു ദിവസം കോൺഗ്രസിൻ്റെ കൂടെ, പിറ്റേ ദിവസം BJPയുടെ കൂടെയൊക്കെയാണ് അമ്മച്ചി. അങ്ങനെ ചട്ടിയും കൊണ്ടിരിക്കുന്ന അമ്മച്ചി, അല്ല ക്രിസ്മസ് പാപ്പയുടെ വേഷമിട്ടിരിക്കുന്ന കുമ്മനം രാജശേഖരൻ്റെ കൂടെ ഇരിക്കുന്ന പടം മാതൃഭൂമി കൊടുത്തിരിക്കുന്ന കണ്ടപ്പോൾ ആ പ്രാധാന്യം പോലും ഈ പറയുന്ന ജോളി ബാസ്റ്റിൻ എന്ന് പറഞ്ഞ കലാകാരന് കൊടുത്തില്ല എന്നുള്ളതാണ്. ചരമക്കോളത്തിൽ ഒതുക്കി. ഒരു ചരമക്കോളത്തിൽ ഒരു കോളം. മറ്റു പത്രങ്ങളിലൊക്കെ ഇത്രയെങ്കിലും വന്നോ എന്ന് എനിക്ക് അതിശയമാണ്. എനിക്ക് സങ്കടം തോന്നി സത്യത്തിൽ. മാതൃഭൂമിയുടെയൊക്കെ ഒരു നിലവാര തകർച്ച ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ അന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ മേളറ്റം കോൺഗ്രസ്സുകാർ കൊണ്ട് നടന്ന ആഘോഷിച്ചതിൻ്റെ ചിത്രവും വാർത്തയും. പിറ്റേ ദിവസം 26-ാം തീയതി പത്രം ഇല്ലല്ലോ, 27-ാം തീയതി എന്ന് പറയുന്നത് ഈ അമ്മച്ചിയെ കുമ്മനം രാജശേഖരനുമായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ചിത്രം. പാപ്പ തന്നെ എല്ലാത്തിലും. അത്രയും പോലും ഈ ജോളി ബാസ്റ്റിൻ എന്ന് പറഞ്ഞ സംവിധായകനും നടനും ഗായകനും ഫൈറ്റ് മാസ്റ്ററും ഒക്കെ ആയിരുന്ന ഒരു മലയാളിക്ക് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവരും സിനിമ മാസിക നടത്തുന്നവരാണ്. സ്റ്റാർ സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ മാസിക നടത്തുന്നവരാണ് എന്താ പറയുക മാതൃഭൂമി. എന്നിട്ട് പോലും അവർ ഒരു ചരമക്കോളത്തിൽ ഒതുക്കിക്കളഞ്ഞു. ഒരു കോളം വാർത്തയിൽ. തമിഴക രാഷ്ട്രീയ ചാണക്യൻ കരുണാനിധി മരിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വിദേശത്തെവിടെയോ ചികിത്സയ്ക്ക് പോയിരുന്ന വിജയകാന്ത് മറീന ബീച്ചിലെ കരുണാനിധിയുടെ സമാധി സ്ഥലം ഒരു രാത്രി സന്ദർശിക്കുന്ന 2 പേരുടെ സഹായത്തോടെ താങ്ങിപ്പിടിച്ച് നടന്നു വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ആരും അയച്ചു തന്നതാണ്. അന്ന് മുതൽ പാവം എത്ര പവർഫുള്ളായ വേഷങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. 2 പേരുടെ പരസഹായത്തോടു കൂടി രാത്രി മുത്തുവേൽ കരുണാനിധിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്ക്, മരിച്ചപ്പോൾ വരാൻ കഴിയാത്തതുകൊണ്ടുള്ള വിഷമം കൊണ്ടായിരിക്കും, വിദേശത്തു നിന്ന് വന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ മെറീന ബീച്ചിലെ ആ സമാധി സ്ഥലത്തിലേക്ക് 2 പേരുടെ സഹായത്തോടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. അന്ന് മുതൽ ഈ കലാകാരൻ്റെ മരണം പ്രഖ്യാപിച്ച് ആഘോഷിക്കുന്നവരായിരുന്നു ഇവിടുത്തെ ഫേസ്ബുക്കുകാരായാലും യൂട്യൂബുകാരായാലും വാട്സാപ്പുകാരും ഒക്കെ. കഷ്ടമാണ് എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എന്തായാലും വിജയകാന്ത് മരിച്ചു എന്ന് പലതവണ എഴുതിയവന്മാരുടെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ എന്നാണ് എനിക്കതിന് പറയാനുള്ളത്. കറുപ്പ് MGR എന്നും ക്യാപ്റ്റനെന്നുമൊക്കെ ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം, അതായത് DMDK എന്ന് പറഞ്ഞ പാർട്ടിയുടെ സ്ഥാപകനും
ജയലളിത തമിഴകത്തെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കാൻ പറ്റുന്ന തരത്തിൽ രാഷ്ട്രീയത്തിൽ സ്ഥാനം നേടിയെടുക്കാനുമായ 71കാരൻ വിജയകാന്താണ് വിട പറഞ്ഞത്. രജനീകാന്തിൻ്റെ അപരനായാണ് തുടക്കകാലത്തൊക്കെ അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ രംഗത്തെത്തിയതെങ്കിലും സ്വന്തമായ മേൽവിലാസം പെട്ടെന്ന് നേടിയെടുക്കാനായ നായകനായി വിജയകാന്ത്. ഏറെ നാളായി അനാരോഗ്യവാനായി കോവിഡിൻ്റെ രൂപത്തിലായിരുന്നു ഇപ്പം മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. എല്ലാവർക്കും ഇപ്പം മിക്കവാറും പേർക്ക് കോവിഡാണ് അവസാനം, അഭയസ്ഥാനം എന്ന് പറയാം. വിജയരാജ് അഴകർ സ്വാമി നായിഡു എന്നായിരുന്നു യഥാർത്ഥ പേര്. വിജയകാന്തിൻ്റെ പേര് വിജയരാജ് അഴകർ സ്വാമി നായിഡു. സിനിമയിൽ വിജയകാന്ത് ആയത് തുടക്കകാലത്ത് ഗുണം ചെയ്തു. 150-ൽ പരം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. എല്ലാം തമിഴ് പടം മാത്രമാണ്. 10 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. 2005-ലാണ് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി DMDK രൂപീകരിച്ചത്. കമൽഹാസൻ്റെ പാർട്ടിയെക്കാളും ജനകീയത DMDKക്ക് നേടാനായി എന്നുള്ള സത്യമാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ നിയമസഭയ്ക്കകത്തിരിക്കാൻ പറ്റില്ലല്ലോ. 2011 മുതൽ 2016 വരെ തമിഴ്നാടിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2006-ലും 2011-ലും അദ്ദേഹം MLA ആയി. 2016 മുതൽ DMDKയുടെ ജനസ്വാധീനം പല കാരണങ്ങൾ കൊണ്ട് ഇടിഞ്ഞു. ഒപ്പം അദ്ദേഹത്തിന് അനാരോഗ്യവും സംഭവിച്ചു. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും DMDKയുടെ അധ്യക്ഷ സ്ഥാനത്ത് മരിക്കുന്നതുവരെ അദ്ദേഹം ഇരുന്നു. ഡിസംബർ 18-ാം തീയതി, ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. ഡിസംബർ 11-ാം തീയതി ചെന്നൈയിൽ നടന്ന DMDKയുടെ 18ാമത് ജനറൽ കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ഇങ്ങനെ കസേരയെ കൊണ്ടിരുത്തിയിരിക്കുന്നു. അപ്പോഴും ഗ്ലാസ്സൊക്കെ വെച്ച് തമിഴകത്തെ സ്റ്റൈലിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെ മറിഞ്ഞു പോകുമ്പോൾ ഒരാൾ ഇവിടുന്ന് കൈയെടുത്ത് കസേര വയ്ക്കും. അപ്പോൾ ഈ കൈ മറിഞ്ഞു പോകും, ആ കൈ എടുത്ത് വയ്ക്കും. അങ്ങനെ ഒരു മൃതപ്രായനായ മനുഷ്യനെ ആ ജനറൽ കൗൺസിലൊന്നും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇവിടുന്നുമാണ് അദ്ദേഹത്തിന് കൊറോണ പിടിച്ചെന്ന് തോന്നുന്നു. പ്രേമലതയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഷൺമുഖ പാണ്ഡ്യൻ, വിജയ് പ്രഭാകർ എന്നിവരാണ് മക്കൾ. ഇതിൽ ഷൺമുഖ പാണ്ഡ്യൻ നടനാണ്. 2015-ൽ ഷൺമുഖ പാണ്ഡ്യൻ നായകനായ സാഗാപ്തമാണ് വിജയകാന്ത് അവസാനമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന സിനിമ. മകൻ്റെ കൂടെയാണ് അവസാനമായിട്ട് അഭിനയിച്ചത്. ശ്രീലങ്കൻ തമിഴർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നായകനായിരുന്നു വിജയകാന്ത്. അതിൽ ഒളിയും മറയൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിന്. തമിഴരും സിംഹളരുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ പുരി പ്രഭാകരൻ ജീവിച്ചിരിക്കുമ്പോൾ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. അന്ന് രാജീവ് ഗാന്ധിയൊക്കെ ഭയങ്കര കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവന്ന കാലമായിരുന്നു. തൻ്റെ 100-ാം ചിത്രത്തിന് വിജയകാന്ത് ക്യാപ്റ്റൻ പ്രഭാകർ എന്ന് പേരിട്ടതും രണ്ടാമത്തെ മകന് വിജയ് പ്രഭാകർ എന്ന് പേരിട്ടതും തമിഴ് പുലി നേതാവ് പ്രഭാകറിനോടുള്ള ബഹുമാനം കൊണ്ട് തന്നെ ആയിരിക്കും. 100-ാം ചിത്രമൊക്കെ 100 സിനിമകളൊക്കെ കഴിയുമ്പോൾ നായകൻ്റെയൊക്കെ ഒരു പ്രഭാവം കുറച്ച് അസ്തമിക്കുന്ന കാലമാണ്. പക്ഷേ 100-ാം ചിത്രവും വലിയ വിജയമാക്കുക പല നായകന്മാർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതാണ്. പക്ഷേ വിജയകാന്തിൻ്റെ 100-ാമത് ചിത്രമാണ് ക്യാപ്റ്റൻ പ്രഭാകർ. 275 ദിവസം തമിഴകത്ത് തുടർച്ചയായിട്ട് ഓടി റെക്കോർഡിട്ട സിനിമയായിരുന്നു. സിനിമാ സെറ്റുകളിൽ ഉച്ചനീചത്വം പാടില്ല എന്ന കാര്യത്തിൽ വിജയകാന്ത് നിർബന്ധമുള്ളവനായിരുന്നു. സിനിമാ രംഗത്ത് പലയിടത്തും, നമ്മളെ മലയാളത്തിലാണ് ഇത്തിരിയെങ്കിലും കുറവ്. പിന്നെ ഇപ്പോൾ ക്യാരവാനിലായതുകൊണ്ട് നായകന്മാരും നായികമാരും നടന്മാരും ഒക്കെ സംവിധായകരും ഒക്കെ എന്ത് കഴിക്കുന്നു എന്ന് ആരും കാണുന്നില്ല. മുമ്പ് അങ്ങനെയല്ലല്ലോ. സെറ്റിൽ എല്ലാവർക്കും ഒരിടത്തല്ലേ വിളമ്പുന്നത്. അപ്പം നായകനും നായികയും മറ്റ് നടന്മാരും നടന്മാരും സംവിധായകരും ഒക്കെ ഇരുന്ന് കഴിക്കുന്ന പ്ലേറ്റിലെ കറികളുടെ നിറമായിരിക്കണമെന്നില്ല. ഇപ്പുറത്ത് നോക്കുമ്പോൾ ലൈറ്റിലെയോ കോസ്റ്റ്യൂംസിലെയോ ആർട്ട് അസിസ്റ്റൻ്റോ ഒക്കെ കഴിക്കുന്ന ഭക്ഷണം. അതിപ്പോൾ തുടരുന്നുണ്ടോ എന്നറിയില്ല, കാരണം ഇപ്പോൾ ക്യാരവാനിലായതുകൊണ്ട്. പക്ഷേ എന്തായാലും എൻ്റെ സെറ്റിൽ ഉച്ചനീചത്വം പാടില്ല എന്ന് നിർബന്ധം പിടിച്ച ആളായിരുന്നു വിജയകാന്ത്. നായകൻ മുതൽ ലൈറ്റ് ബോയ് വരെ ഉള്ളവർക്ക് ഒരേ ഭക്ഷണം നൽകണമെന്ന് വാശിയുള്ള ആളായിരുന്നു വിജയകാന്ത്. ഒരിക്കൽ താനും അവസരം തേടി അലഞ്ഞവനായിരുന്നു എന്ന ബോധം വിജയകാന്ത് മരിക്കുന്നതുവരെ മറന്നതേയില്ല. സ്വന്തം നിർമ്മാണ സ്ഥാപനമായ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ കാശാണെന്നാണ് പറയുന്നത്, റാവുത്തർ ഫിലിംസിൻ്റെ ഓഫീസ് അവസരം തേടി അലയുന്ന യുവത്വത്തിന് ഒരു അഭയസ്ഥാനമായിരുന്നു. ഇവിടെ വരുന്നവർക്ക് ഭക്ഷണവും സൗജന്യമായി കിടക്കാനുള്ള മുറിയും നൽകുമായിരുന്നു. ആര് ചെയ്യും? നിങ്ങൾ ആലോചിക്കും, മലയാളത്തിൽ ഏതെങ്കിലും ഒരു നായകൻ ചെയ്യുമോ? അവസരം തേടി വരുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിൽ സൗജന്യ ഭക്ഷണവും സൗജന്യമായി കിടന്നുറങ്ങാനുള്ള സ്ഥലവും കൊടുക്കുമായിരുന്നു. സാമൂഹിക വിഷയങ്ങൾ സിനിമയിൽ ഉപയോഗിക്കുന്നതിൽ പുരഴ്ചി കലഞ്ചർ, അതായത്
വിപ്ലവ കലാകാരൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. 1999 നടികർ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി. അദ്ദേഹം പ്രസിഡൻ്റാവുന്ന സമയത്ത് നടികർ സംഘം ഒരുപാട് ലക്ഷങ്ങളുടെ കടത്തിൽ നിൽക്കുകയായിരുന്നു. തമിഴർ ഒരുപാടുള്ള സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെ താരങ്ങളെ കൊണ്ടുപോയി സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ച് നടികർ സംഘത്തിൻ്റെ കടമെല്ലാം വിജയകാന്ത് തീർത്തു. തനിക്ക് സംഘടനാ മികവുണ്ടെന്ന് ഇതിലൂടെ വിജയകാന്ത് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് രാഷ്ട്രീയത്തിലിറങ്ങാനും വിജയകാന്തിന് കഴിഞ്ഞത്. രാഷ്ട്രീയത്തിലിറങ്ങിയതോടെ ആദ്യം നടികർ സംഘം പ്രസിഡന്റ് സ്ഥാനം അങ്ങ് രാജിവെച്ചു. അല്ലാതെ എല്ലാം കൂടെ എൻ്റെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം ചിന്തിച്ചതേയില്ല. പിന്നാലെ സിനിമ അഭിനയവും അവസാനിപ്പിച്ചു. വിജയകാന്ത് എന്ന ജനപ്രിയ നായകൻ്റെ പ്രതാപകാലത്ത് കൊക്കോക്കോള, നമ്മൾ കുടിക്കുന്ന കൊക്കോക്കോള ഉണ്ടല്ലോ, ഒരു രാസവസ്തു, വിഷം, അത് ആ കമ്പനിക്കാർ വിജയകാന്തിനെ സമീപിച്ചു. അദ്ദേഹം പ്രതാപമായി നിൽക്കുന്ന കാലത്താണ്. അന്നത്തെ കാലത്ത് കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ. വിജയകാന്ത് പറഞ്ഞു, ഞാൻ ചെയ്യില്ല. ആ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. എത്ര കോടി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. എണ്ണ കമ്പനി, അണ്ടർവെയർ കമ്പനി, കെട്ടറ കമ്പനി, കമ്പനി, ആ കമ്പനി, ഈ കമ്പനി എന്ന് പറഞ്ഞ് ഏതെല്ലാം കോപ്പുകളിലാണല്ലേ നമ്മുടെ നായകനും നായികയൊക്കെ കയറി ബ്രാൻഡ് അംബാസഡർമാരായി ചെയ്യുന്നത്. വിജയകാന്തിനെയൊക്കെ കണ്ടുപഠിക്കണം. അദ്ദേഹം പറഞ്ഞു, എത്ര കോടി തന്നാലും ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ ജനിച്ചെങ്കിലും 10ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചു. MGRനെ പോലെ നായകനാകണം എന്നതായിരുന്നു സ്വപ്നം. സിനിമയ്ക്ക് എന്തിനു പഠിത്തം എന്നായിരുന്നു അദ്ദേഹം വീട്ടുകാരോട് ചോദിച്ചത്. മകൻ വഴിതെറ്റാതിരിക്കാൻ അച്ഛൻ മകന് ഒരു അരിമിൽ കമ്പനി തുടങ്ങിക്കൊടുത്തു. അരി ഉണ്ടാക്കുന്ന കമ്പനി, നെല്ല് കുത്തി അരിയാക്കുന്ന ഒരു വലിയ കമ്പനി തുടങ്ങിക്കൊടുത്തു. പക്ഷേ ആ കമ്പനി വിജയകരമായി വിജയകാന്ത് നടത്തി. അച്ഛൻ അഴകർ സ്വാമി നായിഡുവിന് വിജയകാന്തിൻ്റെ ഈ എന്താ പറയുക കമ്പനി നടത്തുന്ന കഴിവ് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. MGR ആകാനായി കമ്പനിയൊക്കെ അച്ഛനെ തന്നെ ഏൽപ്പിച്ചിട്ട് ചെന്നൈക്ക് വിട്ടു. കട്ടക്കറുപ്പനായ നിന്നെ സിനിമയ്ക്ക് വേണ്ട എന്ന് സിനിമാ തമ്പ്രാക്കന്മാർ മുഖത്ത് നോക്കി പറഞ്ഞു. നായകനായി വിരസിയപ്പോൾ കറുപ്പ് MGR എന്ന് വിളിച്ചെങ്കിലും തുടക്കകാലം ഈ കറുത്ത നിറം കാരണം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. 1979 എനിക്കും ഇളവൈ എന്ന് പറയുന്ന ചിത്രത്തിൽ വില്ലനായി കൊണ്ടായിരുന്നു വിജയകാന്തിൻ്റെ തുടക്കം. ഗ്ലാമറും നിറവും ഒന്നും കഴിവുള്ളവന് വേണ്ട എന്ന് രജനീകാന്ത് തെളിയിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ടക്കറുപ്പനായ വിജയരാജ് പേരിലെ രാജ് വെട്ടിക്കളഞ്ഞിട്ട് വിജയകാന്തായി മാറി. അകൽ വിളക്കായിരുന്നു നായകനായ ആദ്യ സിനിമ. പക്ഷേ ആ സിനിമ പൊട്ടിപ്പോയി. മത്സ്യത്തൊഴിലാളി യുവാവായി 1980 ദൂരത്ത് ഇടിമുഴക്കം എന്ന് പറഞ്ഞ ഒരു സിനിമ വലിയ വിജയമായതോടെ വിജയകാന്തിൻ്റെ ജാതകം തെളിഞ്ഞു എന്ന് പറയാം. പിന്നാലെ ചട്ടം ഒരു ഇരുട്ടറൈ, സാധിക്കൊരു നീതി, ശിവപ്പുമല്ലി അങ്ങനെ ശിവപ്പുമല്ലി തുടർ ചിത്രങ്ങളിലൂടെ ഇത്തരം ചിത്രങ്ങളിലൂടെ വിജയകാന്ത് നായകനായി തെളിഞ്ഞു. എസ് എ ചന്ദ്രശേഖർ, നമ്മളെ നടൻ വിജയുടെ അച്ഛൻ. എനിക്കിന്ന് കഷ്ടം തോന്നിയത്, വിജയ് എന്ന് പറഞ്ഞ നടൻ എന്തോ ആവട്ടെ, അയാളുടെ രാഷ്ട്രീയമാവട്ടെ, അയാളുടെ ജാതിയാവട്ടെ, മതമാവട്ടെ, എന്തോ ആവട്ടെ, അയാൾ തൻ്റെ ഗുരുനാഥനായ വിജയകാന്തിനെ അവസാനമായി കാണാനായിട്ട് വിജയകാന്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഏതോ ഒരു ദ്രോഹി ഒരു ഷൂ ഊരി എറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊണ്ടില്ല എങ്കിൽ പോലും ആ മനസ്സ് എത്ര വേദനിച്ചിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം തമിഴന്മാർ ഇങ്ങനെ യൂട്യൂബിൽ ആ വിഷ്വൽ ഇങ്ങനെ ഇടുന്നു, സ്ലോ മോഷനിൽ ചെരുപ്പ് വിജയകാന്തിൻ്റെ പുറകു കൂടെ ഇങ്ങനെ ഷൂ പോണത്. എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ, RK ശെൽവമണി, K വിജയൻ മുതലായ സംവിധായകരുടെ ചിത്രങ്ങളിലൂടെ വിജയകഥകൾ പറഞ്ഞു വിജയകാന്ത്. ഒരേ സമയം 2 ചിത്രങ്ങളിൽ വരെ നായകനായി. 10 വർഷത്തിനിടയിൽ 70 സിനിമകളിൽ അദ്ദേഹം നായകനായി. 2003 മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ രജത ജൂബിലി തിരുവനന്തപുരത്ത് ആഘോഷിക്കുമ്പോൾ വരാമെന്നേറ്റ പലരും മുങ്ങിയപ്പോഴും വിജയകാന്ത് തിരുവനന്തപുരത്തെത്തി. നമ്മുടെ തലസ്ഥാനവുമായി വിജയകാന്തിന് ഒരു പൊക്കിൾക്കുടി ബന്ധമുണ്ട് എന്ന് പറയാം. മധുര വളയൽക്കാര തെരുവിൽ ജനിച്ച വിജയകാന്ത് ഒരു ഷാംപൂ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായി തിരുവനന്തപുരത്ത് കുറച്ചു കാലം ജീവിച്ചിരുന്നു. ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഷാംപൂ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ചാലക്കമ്പോളം തുടങ്ങുന്ന ആര്യശാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, ചാലയിലേക്ക് കയറാനുള്ള തുടക്കം ആര്യശാലയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് പ്രശസ്തമായ സെൻട്രൽ തിയേറ്ററിലും അജന്ത തിയേറ്ററിലും വരുന്ന എല്ലാ പടങ്ങളും നിരത്തി കാണുമായിരുന്നു. അതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിലെ പത്മനാഭ തിയേറ്ററിൻ്റെ പുറകിലുള്ള കേത്തലിൻ്റെ ഒരു ഹോട്ടലുണ്ട്.
ഞാൻ ഇറച്ചി മീനും കഴിക്കാത്ത ആളായിട്ട് ഇതുവരെ പോയിട്ടില്ല. ആ കേത്തലിൻ്റെ കടയിൽ ഇറച്ചി കഴിക്കാനായിട്ട് പതിവായി അദ്ദേഹവും സുഹൃത്തുക്കളും വരുമായിരുന്നു. തിരുവനന്തപുരവുമായി വിജയകാന്തിനെ അടുപ്പിച്ചത് കണ്ണൻ എന്ന് പറഞ്ഞ സുഹൃത്തായിരുന്നു. ഓവർ ബ്രിഡ്ജിൽ കണ്ണന് ജ്യോതി ജുവലറി എന്ന് പറഞ്ഞ് ഈ ഫാൻസി സ്റ്റോർ ഉണ്ടായിരുന്നു. ഒപ്പം അവിടെ ഈ നൃത്തത്തിനൊക്കെ കൊടുക്കുന്ന ഡ്രസ്സുകളും ഓർണമെൻറ്റ്സൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം കൂടിയായിരുന്നു ഈ പറയുന്ന ജ്യോതി ജുവലറി. വിജയകാന്ത് തിരക്കുള്ള നായകനായി വളരുമ്പോൾ കണ്ണൻ്റെ ജ്യോതി ജുവലറി പൊളിയുന്ന സമയമായിരുന്നു. വിവരമറിഞ്ഞ വിജയകാന്ത് ജ്യോതി ജുവലറി ഇരിക്കുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ട് കണ്ണന് തന്നെ അവിടെ കച്ചവടം നടത്താനുള്ള അവസരം കൊടുത്തു. 1990 കണ്ണൻ മരിച്ചതറിഞ്ഞ് വിജയകാന്ത് ശരത് കുമാറിനെയും കൂട്ടി തിരുവനന്തപുരത്ത് വന്നു അവസാനമായി കൂട്ടുകാരനെ കാണാൻ. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് വിജയകാന്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ് എന്നാണ് കമൽഹാസൻ പറയാറ്. സ്നേഹം, അധ്വാനം, സൗഹൃദം എന്നീ ടാഗുകളിൽ ഒരാളെ നിർവചിക്കുവാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് വിജയകാന്ത് എന്ന് ഞാൻ പറയും എന്നാണ് കമൽ പറയുന്നത്. വിനയം, ധർമ്മബോധം, കോപം, അദ്ദേഹത്തിൻ്റെ ഈ 3 ഗുണവും എനിക്കിഷ്ടമാണെന്ന് കമൽ പറയുന്നു. 1986 പുറത്തു വന്ന മനക്കണക്ക് എന്ന RC ശക്തിയുടെ സിനിമയിലെ കമൽഹാസൻ അതിഥി താരവും വിജയകാന്ത് നായകനുമായിരുന്നു. 1994 കാലം മലയാളിയായ തമിഴ് സിനിമാ സംവിധായകൻ പവിത്രൻ, നമ്മുടെ KT കുഞ്ഞുമോൻ്റെ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് പവിത്രൻ. സിത്താര ആദ്യമായിട്ട് അഭിനയിച്ച തമിഴ് പടം പവിത്രനാണ് സംവിധാനം ചെയ്തത്. ആ പവിത്രൻ സംവിധാനം ചെയ്യുന്ന തിരുമൂർത്തി എന്ന് പറഞ്ഞ ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് വിജയകാന്ത് കോഴിക്കോട്ടെത്തി. അപ്പോൾ കോഴിക്കോട്ട് വന്നപ്പോൾ പത്രക്കാരുടെ സംഘടന, ജേർണലിസ്റ്റുകളുടെ സംഘടന അദ്ദേഹത്തെ കാണുകയും ഒരു മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം ഒരു ഡേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചു. വരാം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു. ചിത്രീകരണത്തിനിടയിൽ ഒരു ഉയരത്തെ ഒരു മതിലിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ കണക്ക് കൂട്ടലിൽ തെറ്റി അദ്ദേഹം കാലൊടിഞ്ഞ് വീണു. പ്ലാസ്റ്റർ ഇട്ടു. പക്ഷെ പറഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, അത് മാറ്റാൻ പാടില്ല, പത്രക്കാർക്ക് നമ്മൾ കൊടുത്ത ദിവസമല്ലേ എന്ന് പറഞ്ഞ് ഈ പ്ലാസ്റ്റർ ഇട്ട കാലുമായിട്ട് 2 പേരുടെ തോളിൽ കൈയിട്ട് കോഴിക്കോട്ട് പ്രസ് ക്ലബിൻ്റെ 4ാമത്തെ നില വരെ അദ്ദേഹം വേച്ച് കയറി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥത ആലോചിച്ച് നോക്കൂ. പുഞ്ചിരിയോടെ കൈവീശി സീറ്റിലിരുന്ന നടൻ 1.5 മണിക്കൂർ നീണ്ട മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുത്തു. ഇവിടെ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, തെർമോക്കോൾ മുതുകിൽ തട്ടിയതിൻ്റെ പേരിൽ സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറയുന്ന നായികമാരുടെ നാട്ടിൽ ഒരു കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിട്ട് പോലും മീറ്റ് ദ പ്രസ്സിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ദിവസം അത് മാറ്റണ്ടായെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് 4 നില പടി മുഴുവൻ കൊന്നി കയറി മേളിൽ ചെന്ന് പത്രക്കാർക്ക് കൈവീശിയിട്ട് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ പത്രക്കാർ പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് അത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് നിരസിച്ചു. പവിത്രനും സംവിധായകൻ പവിത്രനും മനോരമ എന്ന് പറഞ്ഞ പ്രശസ്തയായ നടിയുണ്ടല്ലോ, അവരും സെന്തിലും കൂടെ ഉണ്ടായിരുന്നു. ആരോടായാലും പറഞ്ഞ വാക്ക് പാലിക്കണം, അതാ വന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. പദവി പ്രമാണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബജറ്റിലെടുത്തൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഛായാഗ്രാഹകൻ ഉത്പൽ വി നായനാർ എന്ന് പറഞ്ഞ ആളായിരുന്നു. അവിടെ വടക്കൻ കേരളത്തുകാരൻ. ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. 6 ദിവസം തുടർച്ചയായി ഷൂട്ടിംഗ്. അതേ പകലും രാത്രിയെന്നില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് നടക്കുകയാണ്. രാത്രി പാട്ട് ചിത്രീകരിക്കും, പകല് ഫൈറ്റ് ചിത്രീകരിക്കും. അപ്പോൾ ഒരു ക്യാമറമാൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. ക്യാമറാമാൻ്റെ അവസ്ഥ കണ്ട് വിജയകാന്ത് സോഡ പൊട്ടിച്ചു കൊടുക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, മുഖം കഴുകും, അപ്പോൾ ഒന്ന് ഫ്രഷ് ആവും എന്ന് അദ്ദേഹം പറയും. 6ാം ദിവസം സെറ്റിട്ട ഗുഹയിലാണ് ഷൂട്ടിംഗ്. ആ ഗുഹയ്ക്കകത്ത് വെള്ളവും ചെളിയും ഒരു ചാക്ക് നിറച്ച് ജീവനുള്ള എലിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് എലി ഇറക്കി വിടും. അതുപോലെ തന്നെ 200ഓളം പാമ്പുകളും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജീവനുള്ള എലിയും ജീവനുള്ള പാമ്പും ഒക്കെ ഈ ചെളിയിലൂടെ വെള്ളത്തിലൂടെ എഴഞ്ഞ് പാമ്പുകൾ എലിയെ പിടിക്കുന്നതിനിടയിലായിരിക്കും ഈ സീൻ എടുക്കാൻ പോകുന്നത്. ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ക്യാമറയ്ക്ക് പിന്നിലിരിക്കുകയായിരുന്ന ഉത്പലിനെ വിജയകാന്ത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് വിജയകാന്ത് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വരുമ്പോഴും ഉത്പൽ വി നായനാർ ക്യാമറയുടെ പുറകിലിരിപ്പുണ്ട്. വിജയകാന്ത് നിർമ്മാതാവിനെ വിളിച്ചു. ക്യാമറാമാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ എന്നായിരുന്നു ചോദ്യം നിർമ്മാതാവിനോട്. ഇന്ന് ഷൂട്ട് നടന്നില്ല എങ്കിൽ എത്ര പണം പോകും എന്നായി അടുത്ത ചോദ്യം. നിർമ്മാതാവ് പറഞ്ഞു, അദ്ദേഹം ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞു. അത് ഇത്രയും സെറ്റ് ഇട്ടിരിക്കുന്നു, സെറ്റിൻ്റെ വാടക, സ്റ്റുഡിയോയുടെ വാടക, പിന്നെ പാമ്പും എലിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ബാറ്റ, അത് ഇതെന്നൊക്കെ പറഞ്ഞ അയാൾ കണക്ക് പറഞ്ഞു. ആ പണം ഞാൻ തരാം, ദയവായി ഷൂട്ടിംഗ് നിർത്തി ക്യാമറമാനെ ഉറങ്ങാൻ വിടൂ എന്നായിരുന്നു
വിജയകാന്ത് നിർമ്മാതാവിനോട് പറഞ്ഞത്. വെറുതെ പറയല്ല ഞാൻ, മലയാളത്തിലെ ഒരു നായകനും പറയില്ല. കാരണം നമ്മളെ വൈകുന്നേരം ഉറങ്ങാൻ വിടുന്നുണ്ടല്ലോ. പിന്നെ ക്യാമറാമാൻ ഉറങ്ങിയില്ലെങ്കിൽ എന്ത്, സംവിധായകൻ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് എന്നേ നമ്മൾ ആലോചിക്കും. പല ഭാഷകളിൽ താൻ പല നടന്മാരോടും പ്രവർത്തിച്ചു. ഇത്രയും മനുഷ്യസ്നേഹിയായ ഒരു നായകനെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് കുറച്ച് ദിവസം മുമ്പ് മാസ്റ്റർ ബിന്നിൽ ഉത്പൽ വി നായനാർ പറഞ്ഞത്. ഓർക്കുമ്പോൾ കണ്ണ് നനയുന്നു എന്നാണ് ഉത്പൽ വിജയകാന്തിൻ്റെ വിട പറയലിനെ പറ്റി പറഞ്ഞത്. ഇത്രയുമാണ് എനിക്ക് വിജയകാന്തിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് പറയുന്നത് പ്രശസ്തനായ ഒരു നാടക കലാകാരനെ കുറിച്ചാണ്. ഛായാമുഖി എന്ന ഒറ്റ നാടകം മതി പ്രശാന്ത് നാരായണൻ എന്ന നാടക സംവിധായകനെ അറിയാൻ. മോഹൻലാൽ ഭീമനായിട്ടും മുകേഷും ചേർന്ന് അഭിനയിച്ച നാടകം. രണ്ടുപേർക്കും ഈക്വൽ പ്രോമിനൻസ് ഉള്ള വേഷമായിരുന്നു. വളരെ മനോഹരമായ നാടകമായിരുന്നു ഛായാമുഖി. 51ാമത്തെ വയസ്സിൽ ഇന്നലെ പ്രശാന്ത് നാരായണൻ വിട പറഞ്ഞു. ഹൃദയാഘാതമായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, വെള്ളായണിക്കാരനാണ്. ശാന്തിവിള കഴിഞ്ഞ അടുത്ത ജംഗ്ഷനാണ് വെള്ളായണി. ഞങ്ങൾ എന്താ പറയുക, വാട്സാപ്പ് സുഹൃത്തുക്കളാണ്, പക്ഷേ നേരിൽ കണ്ടിട്ടില്ല. പലവട്ടവും എന്നോട് പറഞ്ഞു നമുക്ക് നേരിലൊന്ന് കാണണമെന്ന്, പക്ഷേ കാണാൻ പറ്റിയില്ല. ഈ 51 വയസ്സുകാരനൊക്കെ ഇത്ര പെട്ടെന്ന് പോകുന്നു നമ്മളും കരുതില്ലല്ലോ. വലിയ കൃതാവും വലിയ മീശയും ഒക്കെ വെച്ച് ചീകാത്ത തലമുടിയും ജുബ്ബയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടിപ്പിക്കൽ രൂപമായിരുന്നു. 30 വർഷക്കാലമായി ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശക്തമായ സാന്നിധ്യമായിരുന്നു പ്രശാന്ത് നാരായണൻ. വെള്ളായണിയിൽ 1972 ജൂൺ 16 അദ്ദേഹം ജനിച്ചത്. അച്ഛൻ കഥകളി സാഹിത്യകാരൻ വെള്ളായണി നാരായണൻ നായർ, അമ്മ അധ്യാപിക ശാന്തകുമാരി. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് പ്രശാന്ത് നാരായണൻ. അധ്യാപകൻ, കോളമിസ്റ്റ്, പത്രപ്രവർത്തകൻ, നടൻ, നാടകരചയിതാവ്, ആട്ടക്കഥാകൃത്ത്, ഇങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളായിരുന്നു. 17 വയസ്സുള്ളപ്പോൾ ഭാരതാന്തം എന്ന് പറഞ്ഞ ആട്ടക്കഥ എഴുതി. 30ഓളം നാടകങ്ങൾ എഴുതി. മകരധ്വജൻ, മണികർണിക, വജ്രമുഖൻ തുടങ്ങി 60ലധികം നാടകങ്ങൾ അദ്ദേഹം എഴുതുകയും സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. 100ഓളം കവിതകളും രചിച്ചിട്ടുണ്ട്. ഭാസൻ്റെ സ്വപ്നവാസവദത്തം വിവിധ ഇന്ത്യൻ ഭാഷകളിൽ പ്രശാന്ത് നാരായണൻ അവതരിപ്പിച്ചു. ഭാസൻ്റെ ഊരുഭംഗം നാടകം കാവാലത്തിൻ്റെ സോപാനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം സംവിധാനം ചെയ്തു. MDയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രചനകളും ഇഴചേർത്ത് മഹാസാഗരം എന്ന് പറഞ്ഞ സൃഷ്ടി അന്താരാഷ്ട്ര നാടകോത്സവങ്ങളിൽ അവതരിപ്പിച്ചു. ONV ഗ്രൂപ്പിൻ്റെ ഉജ്ജയിനി സിനിമയാക്കണമെന്ന മോഹം മോഹൻലാലിനുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഛായാമുഖി ഇദ്ദേഹം സംവിധാനം ചെയ്തതിൻ്റെ ഒരു ഫലമായിരിക്കാം. ഉജ്ജയിനി സിനിമയാക്കണമെന്ന് മോഹൻലാൽ ആഗ്രഹിച്ചു. പ്രശാന്ത് നാരായണൻ്റെ കഴിവ് ഛായാമുഖിയിലൂടെ മനസ്സിലാക്കിയ മോഹൻലാൽ പ്രശാന്തിൻ്റെ കാല് തൊട്ട് തൊഴുതാണ് സ്റ്റേജിൽ കയറിയത് എന്ന് പറഞ്ഞാൽ ഇതൊരു കലർപ്പില്ലാത്ത കലാകാരനാണെന്ന് മോഹൻലാലിന് ബോധ്യമുണ്ടെങ്കിലല്ലേ അങ്ങനെ ചെയ്യൂ. കാലിൽ തൊട്ട് തൊഴുതിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ കയറി. തന്നെക്കാൾ വയസ്സ് കുറഞ്ഞ പ്രശാന്ത് നാരായണൻ്റെ കാലിൽ തൊട്ട് തൊഴുത്. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 13 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അത്രയും മൂത്ത ആളായിട്ട് പോലും ആ നാടക ഗുരുവിൻ്റെ കാലിൽ തൊട്ട് തൊഴുതിട്ടാണ് മോഹൻലാൽ സ്റ്റേജിൽ കയറിയത്. ട്രാവൻകൂർ കോർട്ട് എന്ന് പറഞ്ഞ എറണാകുളത്ത് മോഹൻലാലിന് 4 സ്റ്റാർ ഒരു ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ താമസിപ്പിച്ച് പ്രശാന്തിനെ കൊണ്ട് ഉജ്ജയിനിയുടെ തിരക്കഥ എഴുതാൻ ഏൽപ്പിച്ചു. ഇവിടെയാണ് ഇത്തരം കലർപ്പില്ലാത്ത കലാകാരന്മാരുടെ ജീവിതത്തിലെ താളപ്പിഴകൾ ഓർമ്മ വരുന്നത്. മോഹൻലാലിനെ പോലെ ഒരാൾ ONV ഗ്രൂപ്പ് സാറിൻ്റെ ഉജ്ജയിനി എടുത്ത് കൊടുത്തിട്ട് ഇതിനൊരു സിനിമാ തിരക്കഥ ഉണ്ടാക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ 4 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള റൂമിൽ എഴുതാനിരുത്തുന്നു. പക്ഷേ ഉജ്ജയിനി എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി അവശേഷിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒന്നും നടന്നില്ല. എന്നാൽ ഈ 51 വയസ്സുകാരൻ വഴിവിട്ട, അതായത് ഇന്ന് ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചലനമറ്റ് കിടക്കുന്ന പ്രശാന്തിനെ കാണാൻ പോയി. ഒരു ഒട്ടി വലിഞ്ഞതുപോലെയാണ് ആ മോർച്ചറിക്കകത്ത് കിടക്കുന്നത്, മൊബൈൽ മോർച്ചറിക്കകത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ട്. കുട്ടികൾ അവിടെ എവിടെയെങ്കിലും കാണും, എനിക്ക് പരിചയമില്ല. മുകേഷ് അടക്കം വന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ദിനേശയുടെ മരണം വിലയ്ക്ക് വാങ്ങിയ ആളാണ് പ്രശാന്ത്. 6 മുതൽ 8 വരെ പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും. അപ്പോൾ ആലോചിച്ച് 80 സിഗരറ്റ് വലിച്ചാൽ ഈ കൊച്ചു ശ്വാസകോശത്തിൽ എവിടെ സ്ഥലം കിട്ടും? അതുപോലെ തന്നെയായിരുന്നു മദ്യപാനവും. പറയാമോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ഉജ്ജയിനി എഴുതാൻ പോയി ഇദ്ദേഹം മദ്യപാനത്തിൽ ആശാനാണെന്ന് കണ്ടപ്പോൾ
ഡൽഹിയിൽ ഏതോ വലിയൊരു ഹോസ്പിറ്റലിൽ റീഡക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് മോഹൻലാൽ ഇദ്ദേഹത്തെ കുടി നിർത്താനായിട്ട് അവിടെ കൊണ്ട് പാർപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി. കുറേ കാലം പ്രശാന്ത് നാരായണൻ മദ്യപിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴും ചെയിൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരന്മാരെന്ന് പറയുന്ന കുറേ തല്ലിപ്പുള്ളികൾ എപ്പോഴും കൂടെ കാണുമല്ലോ. ഏതോ എവിടെയോ വെച്ച് എടാ എന്തിനടാ മോഹൻലാലിന് വേറെ പണിയില്ല, നീ എന്തിനാ ഈ മദ്യപാനം നിർത്തുന്നതെന്തോ പ്രലോഭിപ്പിച്ച് ഇദ്ദേഹത്തെ കൊണ്ട് വീണ്ടും കുടിപ്പിച്ചു. പിന്നെ ഒരു പൂരപ്പറമ്പ് പോലെ ലഹരിയിൽ മാത്രം മുങ്ങിത്താണ് ആളായിപ്പോൾ ഈ ഹതഭാഗ്യനായ പ്രശാന്ത് നാരായണൻ. അങ്ങനെ ഉജ്ജയിനി ഒരു സ്വപ്നമായി അവശേഷിച്ചു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നാടക ടിക്കറ്റ് എന്ന പേരിൽ ഒരു പങ്ക്തി എഴുതിയിരുന്നു. ഇന്ത്യയിലെ മികച്ച തിയേറ്റർ സ്ഥാപനങ്ങളിലൊന്നായ കളത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. കാവാലം ആലപ്പുഴയിൽ കാവാലം നാരായണ പണിക്കർ തിരുവരങ്ങ് സ്ഥാപിച്ചപ്പോൾ കാവാലം ചുമതല ഏൽപ്പിച്ചത് പ്രശാന്തിനെയായിരുന്നു. കുറച്ചു കാലം മംഗളം പത്രത്തിൻ്റെ ലേഖകനായിരുന്നു. എന്തെല്ലാം റോളുകൾ നോക്കിയോളൂ. ശേഷം പ്രതി പൂവൻകോഴി, നിഴൽ തുടങ്ങിയ സിനിമകളിലും 10-15 സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചു എന്ന് പറയുന്നു. പക്ഷേ സീരിയലുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. സംഗീത നാടക അക്കാദമി അവാർഡ് 2003 AP കളക്കാട് അവാർഡ് 2015 അബുദാബി ശക്തി അവാർഡ് 2016 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും തൃശ്ശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലുമാണ് അദ്ദേഹം പഠിച്ചത്. ഉടലിലും ഉയിരിലും നാടകം മാത്രമായി ജീവിച്ച പ്രശാന്ത് ഈ മേഖലയിൽ ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാനുള്ള ആളായിരുന്നു. ഇത്ര പെട്ടെന്ന് പ്രശാന്ത് പോകുമെന്ന് കരുതിയില്ല എന്നാണ് വിരഹ വാർത്ത അറിഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം BA ഐച്ഛിക വിഷയമായി എടുത്ത് പഠിക്കുന്ന കാലത്ത് പ്രശാന്ത് വെള്ളായണി എന്ന പേരിൽ പ്രശാന്ത് കവിതകൾ എഴുതുമായിരുന്നു. 17-ാം വയസ്സിൽ എഴുതിയ ആട്ടക്കഥ ഭാരതാന്തം ചിട്ടപ്പെടുത്തി. 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണനെ കൊണ്ട് സമൂഹത്തോട് മാപ്പ് പറയിച്ചതിൻ്റെ പേരിൽ വിവാദ നായകനുമായി ഈ പറയുന്ന ഭാരതാന്തം എന്ന് പറഞ്ഞ ആട്ടക്കഥ എഴുതി. അതിൽ ശ്രീകൃഷ്ണൻ സമൂഹത്തോട് മാപ്പ് പറയുന്ന രംഗമുണ്ട്. വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു അക്കാലത്ത്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പ്രശാന്ത് നാരായണൻ ചേരുമ്പോൾ 10-ലധികം നാടകങ്ങൾ രചിച്ചിരുന്നു അദ്ദേഹം. 10 നാടകം എഴുതിയ ശേഷമാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടകം പഠിക്കാൻ പോയത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തപാലാപ്പീസ് നാടകം സംവിധാനം ചെയ്തതോടെയാണ് പ്രശാന്ത് നാരായണൻ മലയാള നാടകവേദിയിൽ ശ്രദ്ധേയനായത്. നമ്മുടെ ജനറൽ പിക്ചേഴ്സ് രവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അച്ചാണി രവി എന്ന് പറയുന്ന അദ്ദേഹം കൊല്ലത്ത് സോപാനം സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ആരംഭിച്ചപ്പോൾ അവിടെ അധ്യാപകനായിരുന്നു കുറച്ചു കാലം പ്രശാന്ത്. സാക്ഷരതാ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ 28 നാടകങ്ങൾ സാക്ഷരതയ്ക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് പഠിക്കണം എന്ന് നമ്മളെ മലയാളിയെ ബോധ്യപ്പെടുത്തുന്ന 28 നാടകങ്ങൾ പ്രശാന്ത് നാരായണൻ എഴുതി. എത്ര കാലം ഇനി ജീവിക്കേണ്ട മനുഷ്യനായിരുന്നു, ആലോചിച്ച് നോക്കി. 3 കുട്ടികളെയും ഒരു ഭാര്യയെയും ഒറ്റയ്ക്കാക്കിയിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഈ കുടിക്കുന്നവരും വലിക്കുന്നവരും ഒക്കെ ഇതൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ്. ഇന്ന് അവിടെ ചെല്ലുമ്പോഴും, ഞാൻ വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ചെല്ലുമ്പോഴും കുടിക്കുന്ന വലിക്കുന്ന ചങ്ങാതി കൂട്ടങ്ങളൊക്കെ അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തിനാ ഇങ്ങനെ പുകച്ചും കുടിച്ചും ജീവിതം അകാലത്തിൽ നശിപ്പിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ആരോട് പറയാനല്ലേ? അടുത്ത് പറയുന്ന ഹതഭാഗ്യൻ്റെ കാര്യമാണ് എന്നെ ഈ പറഞ്ഞ 3 പേരിൽ ഏറ്റവും കൂടുതൽ നോവിച്ചതെന്ന് സത്യസന്ധമായി പറയാം. ജോളി ബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ പടത്തിൽ അദ്ദേഹം ഫൈറ്റ് മാസ്റ്ററും വില്ലനും ഒക്കെ നടനും ഒക്കെ ആയിരുന്നു. ബാംഗ്ലൂർ മല്ലേഷ് പാളയ തിപ്പസാന്ദ്ര ജോളീസ് മൻഷനിൽ ജോളി ബാസ്റ്റ്യൻ 55 വയസ്സുകാരനാണ്. ഹൃദയാഘാതം വന്നാണ് മരിച്ചത്. മെഡിക്കൽ കോളേജിൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. എനിക്ക് അതാണ് ഈ മരണദേവനൊരു വരം കൊടുത്താൽ മരിച്ചവർ ദിനം തിരിച്ചു വന്നാലെന്ന് പറയുന്ന ആ പാട്ടായാലും ശരി, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറഞ്ഞാലും ശരി, നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിച്ച് പോകും. ബാംഗ്ലൂരിൽ എന്താ പറയുക, സിനിമ എന്ന് പറഞ്ഞാൽ സകലകലാ വല്ലഭനായിരുന്നു അദ്ദേഹം. നടനായിരുന്നു, നിർമ്മാതാവായിരുന്നു, ഗായകനായിരുന്നു, സംഗീത സംവിധായകനായിരുന്നു, ഫൈറ്റ് മാസ്റ്ററായിരുന്നു, ഫൈറ്ററായിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ തലങ്ങളിൽ വിരാജിച്ചിരുന്ന 55 വയസ്സുകാരനായ ജോളി ബാസ്റ്റ്യൻ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടാണ് ഭാര്യ വീടായ ആലപ്പുഴയിലെ പുന്നപ്പറ അരശർക്കടവ് വീട്ടിൽ വന്നത്. കുടുംബസമേതമാണ് വന്നത്. ഭാര്യയൊക്കെ ആയിട്ട് അവളുടെ വീട്ടിൽ നമുക്ക് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് ആ ക്രിസ്മസ് ആഘോഷിക്കുന്ന രംഗമൊക്കെ കണ്ടാൽ മരിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് തോന്നിപ്പോകുന്നു. കൊച്ചിക്കാരനാണ് ഈ പറയുന്ന ജോളി ബാസ്റ്റ്യൻ.
ജോൺ ബാസ്റ്റിൻ്റെയും ആലപ്പുഴ സ്വദേശി സിൻഡ്രലയുടെയും മകനാണ് ജോളി ബാസ്റ്റിൻ. 17-ാം വയസ്സിൽ കന്നഡ സിനിമയിൽ നായകൻ്റെ ഡ്യൂപ്പായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് നമ്മുടെ പ്രശസ്തനായ ത്യാഗരാജൻ മാഷിൻ്റെ ശിഷ്യനായി. തെന്നിന്ത്യയിൽ തിരക്കേറിയ സംഘടന സംവിധായകനായി മാറി ജോളി. 900 ചിത്രങ്ങളുടെ ഭാഗമായി ഫൈറ്റ് മാസ്റ്ററായിട്ടും ഫൈറ്ററായിട്ടും ഒക്കെ ആയിട്ട് ഡ്യൂപ്പായിട്ടും ഒക്കെ ആയിട്ട് 900 സിനിമകളിൽ അദ്ദേഹം സഹകരിച്ചു. കന്നഡ, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ സ്വതന്ത്ര സ്റ്റണ്ട് ഡയറക്ടറായി വർക്ക് ചെയ്തു. ബട്ടർഫ്ലൈസ്, ജോണി വാക്കർ, കമ്മട്ടിപ്പാടം, കണ്ണൂർ സ്ക്വാഡ്, അങ്കമാലിസ്റ്റ് ഡയറി, ആട് പുലിയാട്ടം, ഓപ്പറേഷൻ ജാവ, എന്നാ താൻ പോയി കേസുകൂട് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ജോളി ബാസ്റ്റിൻ ഫൈറ്റ് മാസ്റ്ററായിട്ട് സംഘടനകൾ ഒരുക്കിയ ആളാണ്. സൈലൻസ് എന്ന ചിത്രത്തിൽ വില്ലനുമായിരുന്നു. കന്നഡയിലും തമിഴിലും ഓരോ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി ആലപ്പുഴയിലെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ തേങ്ങിക്കരച്ചിൽ, എന്തൊക്കെയോ പറഞ്ഞ് കരയുന്ന ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരിക്കലും നല്ല ആരോഗ്യമുള്ള, അതിൽ ബൈക്ക് ഓടിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഓടിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ പുല്ലുപോലെയാണ് ബൈക്ക് ഓടിക്കുന്നത്. അത്രയും ആരോഗ്യവും കഴിവും മിടുക്കും ഒക്കെ ഉള്ള ആളല്ലേ. പെട്ടെന്ന് നനച്ചിരിക്കാതെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഭാര്യ വീട്ടിൽ വരുമ്പോൾ അത് അവസാനത്തെ വരവാകുമെന്ന് ആരും ചിന്തിക്കില്ല. പക്ഷേ രംഗബോധമില്ലാത്ത കോമാളിയായതുകൊണ്ട് കാലൻ അല്ലെങ്കിൽ മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. സൂപ്പർ താരമായിരുന്ന വിജയകാന്ത്, നാടകരംഗത്തെ കുലപതി പോലെ നമ്മൾ ബഹുമാനിക്കേണ്ട പ്രശാന്ത് നാരായണൻ, ഫൈറ്റ് മാസ്റ്ററായ ജോളി ബാസ്റ്റിൻ, 3 പേരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് രംഗബോധമില്ലാത്ത കോമാളി മലയാളത്തിൻ്റെ കലാകാരന്മാരായ പ്രിയപ്പെട്ടവരെ, കലാകാരന്മാരാവട്ടെ കലാകാരികളാവട്ടെ, അവരെ ആസ്ഥാനത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണേ എന്ന് ബഹുമാനപ്പെട്ട കാലനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 പേർക്കും, ജോളി ബാസ്റ്റിനും പ്രശാന്ത് നാരായണനും വിജയകാന്തിനും നിത്യശാന്തി നേർന്നുകൊണ്ട് ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.